മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് ടാറ്റ എൽക്സി. ടാറ്റ എൽക്സി ഇന്ന് 1.2% ഉയർന്ന് 7,104 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 9,200, 52 വീക്ക് ലോ 6,411. 44,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 55.86. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 6% ഇടിയുക കൂടി ചെയ്തിട്ടുണ്ട്. 878 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് ഇപ്രാവശ്യം 850 കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. എബിറ്റ 0.69% ഉയർന്നെങ്കിലും 253 കോടി രൂപയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന രീതിയിലുള്ള എബിറ്റ കമ്പനി റിപ്പോർട്ട് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6.2% ഇടിഞ്ഞു. ബ്ലൂംബർഗ് 201 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് ടാറ്റ എൽക്സിയിൽ നിന്നും പ്രതീക്ഷിച്ചത്. അതായത് ഇൻ ടേംസ് ഓഫ് നെറ്റ് പ്രോഫിറ്റും മാർക്കറ്റ് എസ്റ്റിമേഷനെ കമ്പനി മിസ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം 3.6% ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ 25.8%-ൽ നിന്നും 24.3%-ലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 9% വർധനവ് ഇയർ ഓൺ ഇയറിലുണ്ടായിട്ടുണ്ട്. 850 കോടിയിൽ നിന്നും 926 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ കൺസോളിഡേറ്റഡ് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 3% ഇയർ ഓൺ ഇയറിലും 6% ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞിട്ടുണ്ട്. മോശം ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബെയിൻസ്റ്റൈൻ എന്ന ബ്രോക്കേജ് ഏജൻസി അണ്ടർ പെർഫോമൻസ് റേറ്റിംഗും 6,030 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 14% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ്. 7,100 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 6,580 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ചിലപ്പോൾ 6,580 എന്ന ലെവൽ വരെ ഇടിയാനും സാധ്യതയുണ്ട്. 6,500 എന്ന സപ്പോർട്ട് കൂടി നഷ്ടമായാൽ 6,000 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ബെയിൻസ്റ്റൈൻ പോലുള്ള ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് സ്റ്റോക്ക് 6,000 എന്ന സപ്പോർട്ടിലേക്ക് എത്തുമെന്നാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.